കഴിഞ്ഞ 10 വർഷത്തെ ഇടതുഭരണം കോതമംഗലത്തെ വികസനത്തെ പിന്നോട്ടടിച്ചതായി INTUC കോതമംഗലം താലൂക്ക് ജനറൽ ബോഡി യോഗം കുറ്റപ്പെടുത്തി. യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറിയും താലൂക്ക് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. തങ്കളം കാക്കനാട് നാലുവരിപ്പാത യാതൊന്നും ചെയ്യാൻ നിലവിലെ MLAക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയ പദ്ധതി സ്തംഭനത്തിലായെന്നും ഭൂവത്താൻകെട്ട് ജലവൈദ്യുതി നിലയത്തിനായി മുടക്കിയ കോടികൾ വെറുതെയായെന്നും INTUC കോതമംഗലം താലൂക്ക് ജനറൽ ബോഡി യോഗം ആരോപിച്ചു. ഇടത് പ്രകടന പത്രികയിൽ പറഞ്ഞ ടൗൺഹാളിനായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ക്രിമിറ്റോറിയവും സ്വപ്ന പദ്ധതിയായി നിലനിൽക്കുന്നുവെന്നും കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ UDF സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ കാരുണ്യ മെഡിക്കൽ സ്റ്റോർ നിർത്തലാക്കിയെന്നും പകരം CPM ഭരിക്കുന്ന കോതമംഗലം സഹകരണ ബാങ്കിനായി സ്ഥലം അനുവദിച്ചുവെന്നും അതോടെ വില കുറഞ്ഞ നിരക്കിൽ മരുന്ന് ലഭ്യമാകാതെയായെന്നും DCC ജനറൽ സെക്രട്ടറിയും INTUC താലൂക്ക് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ജനറൽ ബോഡി യോഗത്തിൽ പറഞ്ഞു. ഏറ്റവും വലിയ കൊച്ചുകൊച്ചു പദ്ധതിയാണ് ടൗൺ ഹാൾ ഉണ്ടായി. 10 കൊല്ലമായിട്ട് ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. പിന്നെ ഭൂത്താൻകെട്ട് ജലവൈദ്യുതി സമയത്തിന് കാര്യം ഭൂത്താൻകെട്ട് ജലവൈദ്യുതി പറ്റി 240 കോടി രൂപ വെള്ളത്തിലാണ്. അതിൻ്റെ അവസാനത്തെ ആ മിഷനറിയും അവർ കൊണ്ടുപോയി അതും അങ്ങനെ തിരുവിലായി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും സ്റ്റേഡിയം അന്താരാഷ്ട്ര സ്റ്റേഡിയം അതിനുവേണ്ടി UDF കാലത്ത് സ്ഥലമെടുത്ത് പുറത്ത് മുന്നോട്ട് പോയി അത് വെട്ടി ആ ചുരുക്കി അത് ആ സ്റ്റേഡിയത്തിന്റെ കളിച്ച് കളഞ്ഞ ഒരു സമീപമായി മുന്നോട്ട് പോയി. UDF സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഈ വരുന്ന വെള്ളിയാഴ്ച 3 മണിക്ക് കോതമംഗലത്ത് തൊഴിലാളി സംഗമം നടത്താനും യോഗം തീരുമാനിച്ചു. KP ബാബു, ഷമീർ പനക്കൻ, ബാബു ഏലിയാസ്, KC മാത്യൂസ്, ചന്ദ്രലേഖ ശശിധരൻ, ജോളി ജോർജ്, ബേസിൽ തണ്ണിക്കോട്ട്, സിബി KA, അലി പടിഞ്ഞാറേച്ചാലിൽ, അനിൽ രാമൻ നായർ തുടങ്ങി ഒട്ടേറെ പേർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.